ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാണിക്കുഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അയ്യോ അയ്യോ This is a special day. It's really special. നവീൻ, നിങ്ങൾ വരുന്നില്ലേ? കഥ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? ഗാഥ എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് നടക്കുന്ന ഫംഗ്ഷനാ. യെസ്, അതുകൊണ്ടാ പങ്കെടുക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചേ. എന്താ? അല്ല, ഞാൻ മമ്മിയോട് പറഞ്ഞ വേറൊരു കാര്യം പറയായിരുന്നു. അതെന്താ കാര്യം? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അമ്മ വിളിച്ചത് കേട്ടല്ലേ? വാ വന്നേ, വാ വാ വാ. ഇപ്പൊ അവൾക്ക് വ്രതമൊന്നുമില്ലേ? മുറിയിൽ എന്തൊക്കെ നടന്നു ആവോ. തൽക്കാലം നീ ഒന്ന് അടങ്ങ് കീർത്തി. എന്തായാലും ഇത്തവണത്തെ ഇവന്റെ പിറന്നാളിനൊരു പ്രത്യേകതയുണ്ട്. നന്ദേട്ടന് അറിയാലോ, സാധാരണ പിറന്നാൾ ആഘോഷങ്ങളൊക്കെ ഒരുക്കി വെച്ചിരുന്ന ഏറ്റവും അവസാനം വന്നു കയറുന്നവനാ ഇവൻ. എന്നിട്ട് ഓഫീസിലെ തിരക്കുകളെ കുറിച്ച് ഒരു അരമണിക്കൂർ ക്ലാസ്സും ഉണ്ട്. ഇത്തവണ ഗാഥമുള്ളത് കൊണ്ട് മുറിയിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്റെ മോൻ. കളിയാക്കല്ലേ അച്ഛ? അമ്മയുടെ ബർത്ത്ഡേക്ക് അച്ഛൻ പുറത്തു പോകാറുണ്ടോ? ഉണ്ടോ? ഞാനല്ലെങ്കിലും പുറത്തു പോകുന്ന ആളല്ലല്ലോ. അളിയന്റെ കാര്യം മാത്രമല്ല, എന്റെ കാര്യം അങ്ങനെ തന്നെ. ഈ നിർമ്മലയുടെ പിറന്നാളിന് ഞാൻ പുറത്തൊന്നും പോയിട്ടില്ല. അതമ്മാവന് അനുവാദം കിട്ടാഞ്ഞിട്ടല്ലേ? അനുവാദം കിട്ടിയിരുന്നെങ്കിൽ എവിടെയൊക്കെ പോകുന്ന ആർക്കറിയാം. മാണിക്കുഞ്ഞെ, നിർത്തിക്കോ. എന്നാ പിന്നെ നമുക്ക് കേക്ക് മുറിച്ചാലോ? എന്നാ പിന്നെ ആയിക്കോട്ടെ. നവീൻ, ഇത്തവണ നിങ്ങൾ രണ്ടുപേരും കൂടി കേക്ക് മുറിച്ചാ മതി. ഇതെന്താ, കല്യാണോ വാർഷികോ വല്ലോ ആണോ? രണ്ടുപേരും കൂടെ കേക്ക് കെട്ടാൻ വേണ്ടി? അവര് മുറിച്ചു നോക്കട്ടെ നിർമ്മലേ. മുറിയാണെങ്കില് നമുക്ക് കാണാലോ. കഥ എന്നാ നമുക്ക് കേക്ക് കെട്ടിയതല്ലോ.
റെഡി. ആ ഇനി എല്ലാരും ഒന്ന് ചിരിച്ചേ, വീഡിയോ എടുക്കുവാണേ. അച്ഛാ അച്ഛാ ഒന്ന് ചിരിക്കുന്നേ. സാറേ ഗൗരവം വിടുന്നേ. ഓ മാഡം മാം ഏയ്, ഏയ്, മാണിക്കുഞ്ഞേ, മാണിക്കുഞ്ഞേ, ഒരു മിനിറ്റ് ഒന്ന്. ഇങ്ങോട്ട് പിടിയെടോ. ആ, അമ്മായിയെ ഒന്ന് ചിരിച്ചേ. ആ ആ. ഹേയ്, എന്താ എന്താ പ്രശ്നം? അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. അയ്യോ മൊത്തം പ്രശ്നമാണേ. വാ സാറേ പ്രവീൺ. വാ, നമുക്കൊരു സെൽഫി എടുക്കാം. വാ. ഇങ്ങോട്ട് പിടിക്കുക, ഇങ്ങോട്ട്. മണിക്കുഞ്ഞ് ഇങ്ങോട്ട്, ഇങ്ങോട്ട്, ആ. അങ്ങോട്ട്, കുറച്ചങ്ങോട്ട്, ഇങ്ങോട്ട്, ഇങ്ങോട്ട്. ആ ചിരിച്ച. കുറച്ച്. അയ്യോ, അയ്യോ അയ്യോ അയ്യോ, മോളുടെ ഡ്രസ്സിലായല്ലോ. അത് കുഴപ്പമില്ല, കുറച്ചല്ലേ പറ്റിയിട്ടുള്ളൂ. എന്നാലും ഒരു ഫംഗ്ഷൻ അല്ലേ സിത്താരെ, മോൾ അതിന്റെ അസ്വസ്ഥതയിൽ നിൽക്കണ്ട. മോളെ ഒരു കാര്യം ചെയ്, പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. തുടങ്ങി അവളുടെ ഫാഷൻ പരേഡ്. പോയിട്ട് വാ മോളെ. പെട്ടെന്ന് ചെല്ല സിനി, പോയി ഹെൽപ്പ് ചെയ്യും. ശരി മാം. എല്ലാ കാര്യത്തിലും ഒരു മുടക്കമാണല്ലോ സിത്താരെ. ഡ്രസ്സിൽ അഴുക്ക് പറ്റിയ അത് കഴുകിക്കളയുന്ന നല്ല കാര്യമല്ലേ നിർമ്മലേ? അതിപ്പോ ഡ്രസ്സിലായാലും മനസ്സിലായാലും അത് കഴുകിക്കളയണം. ആ ചോദിച്ചു വാങ്ങിച്ചു, എന്താ ചെയ്യ. ഇത് നവീന്റെ മുറിയാണെന്ന് തോന്നുന്നു. കൃഷ്ണയുടെ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടാകുമോ എന്തോ. എന്തിനാ അവളുടെ ഡ്രസ് ഇടാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇതെന്നെ കഴുകി വൃത്തിയാക്കിക്കോളാം.